അപ്പം നമ്മൾ ആനയോട്ട് കാണാൻ വന്നതെന്ന് ശ്രീ പിഷാരിയ ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. ഏകദേശം 9:50 ഇവിടെ എത്തുമ്പോൾ. ഇവിടെയാണെങ്കിൽ നല്ല തിരക്കായിക്ക് ഇപ്പോഴേ. അപ്പോൾ ഞങ്ങൾ വന്ന പാടെ ആനേനെ കണ്ട്. അപ്പോൾ ആനേനെ കണ്ടപ്പോൾ നേരെ ആനേൻ്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ച്. ആനേനെ കണ്ടിട്ട് പിന്നെ അമ്പലത്തിൽ പോകാമല്ലോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ നല്ല തിരക്കാണ്. ഇതിൻ്റെ അടുത്തേക്ക് പോകണമെന്നുണ്ട്, പക്ഷേ ഈ തിരക്കിൽ എങ്ങനെയാണ് പോവാമെന്ന് നോക്കി ഇങ്ങനെ നിന്ന്. എന്തായാലും ആനേനെ ഇത്ര എടുത്ത് കിട്ടുന്ന ചാൻസ് അല്ലേ, മിസ്സാക്കണ്ടല്ലോ. അങ്ങനെ ഞാൻ രാഹുലിനെയും കൂട്ടി മെല്ലെ ഇതിൻ്റെ സൈഡിൽ കൂടിയൊക്കെ ഞങ്ങൾ കുറച്ചടുത്തേക്ക് എത്തി. എന്നാലും കുറേ ആൾക്കാർ മുമ്പിൽ നേരത്തെ വന്ന് സ്ഥലം പിടിച്ചിരിക്കും. അപ്പോൾ ഓരോ മുമ്പ് കയറാനൊന്നും പറ്റൂല. അങ്ങനെ പറ്റുന്നത്ര മുമ്പിൽ ഞാൻ എത്തി വീഡിയോ എടുത്ത് തുടങ്ങി. ഇവിടെ കമ്പിവേലിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും ആളുകൾ അതിൻ്റെ മേലെ ചാരി നിന്ന് അത്രയും അടുത്തേക്ക് എത്താൻ പറ്റുന്ന രീതിയിൽ നിന്ന് തുടങ്ങിക്ക്. നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. കമ്പിവേലിയുള്ള ധൈര്യത്തിലായിരിക്കും എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ പറഞ്ഞ് ഇതിൻ്റെ ഫുഡ് റെഡിയാക്കുന്നുണ്ട്, നമുക്ക് അത് പോയി നോക്കിയാലോ. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇവിടെ എല്ലാ ഫ്രൂട്ട്സും കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കൈതച്ചക്ക ഉണ്ട്, വത്തക്ക ഉണ്ട്, പഴമുണ്ട്, പിന്നെ ഈ മഞ്ഞച്ചോറാന്ന് തോന്നുന്നു വലിയ ഉരുളയിലൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ നോക്കി ഇങ്ങനെ നിന്ന്. അപ്പോൾ അതിൻ്റെ കുറച്ച് സൈഡിലായിട്ട് ഈ ചോറ് പോലെ ഇങ്ങനെ ഉരുട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൽ 3 ആൾ കൂടിയിട്ടാണ് കേട്ടോ ഇത് ഉരുട്ടി വെക്കുന്നത്. കുറേ ടൈം എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. പിന്നെ 5 ആനയുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത്യാവശ്യം എന്തെങ്കിലും ആവണമെങ്കിൽ കുറേ വേണമല്ലോ. അപ്പോൾ ഇവരിങ്ങനെ ഉരുട്ടി വെക്കില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, 2 കൈ കൊണ്ട് ഇങ്ങനെ ഉരുട്ടി വെക്കുന്നത് കാണാൻ. ഞങ്ങളങ്ങനെ കുറച്ച് നേരം അതും നോക്കി അവിടെ നിന്ന്. അങ്ങനെ ഞങ്ങൾ ആനേനടുത്തേക്ക് തിരിച്ചു വന്ന്. കുറേ നേരമായി തോന്നുന്നു ഇവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും മുഷിഞ്ഞിട്ടുണ്ടാവും. ഏകദേശം ഇപ്പോൾ 10 മണി കഴിഞ്ഞില്ലേ, രാവിലെ വന്നവരുണ്ടാവുമല്ലോ. 5 ആന കേട്ടോ വന്നത്. നമുക്ക് ആനേൻ്റെ പേരൊക്കെ നോക്കാം. ചിറ്റേപ്പുറത്ത് ശ്രീകുട്ടൻ, ചേത്തല്ലൂർ മുരളീകൃഷ്ണൻ, പടിഞ്ഞാറേ മഠം ശങ്കരൻ, ത്രിപിഷ്ടപം ഗോപീകണ്ണൻ, കടയ്ക്കച്ചാലിൽ ഗണേശൻ. ഈ ഓരോ ആനേൻ്റെ അടുത്തും പോയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ട്. പക്ഷേ ഈ തിരക്കിൽ അങ്ങോട്ട് അടുക്കാൻ പറ്റൂല. എന്നാലും പറ്റുന്ന പോലെ ഞങ്ങൾ ബാക്കിലൊക്കെ നടന്ന് കുറേ വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ ആനയൊക്കെ റെഡിയായി നിൽക്കുകയാണ്. ഇതിൻ്റെ സ്മെല്ലൊക്കെ അടിക്കുന്നുണ്ടാവും. ഓർക്ക് മനസ്സിലാവുമല്ലോ, ഇപ്പോൾ കൊണ്ടുവരും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും. നമുക്ക് നോക്കാം. അങ്ങനെ ആനയോട്ട് തുടങ്ങി കേട്ടോ. ഇപ്പം ഏകദേശം 10:30. എന്നാലും അധികം ലേറ്റ് ആയിക്കില്ല. നമ്മളങ്ങനെ മുഷിനിക്കൊന്നുമില്ല. നമ്മൾ വന്നിട്ട് കുറച്ച് പേരായിരിക്കുള്ളൂ. അങ്ങനെ അവർ കൊടുത്തു തുടങ്ങി. എല്ലാവരും ഈ ഒരു ആവേശത്തിലാണ്. ഞാനും ആദ്യമായിട്ടാട്ടോ ഇങ്ങനെ ഒരു ആനയോട്ട് കാണാൻ വരുന്നത്. എല്ലാവർക്കും പോയി ആനയ്ക്ക് കൊടുക്കാനുള്ള അവസരമുണ്ട്. പക്ഷേ ഈ തിരക്കിലെങ്ങനെയാണ് പോവുക? ഞങ്ങൾ കുറേ നോക്കി എങ്ങനെയെങ്കിലുമൊക്കെ കയറാൻ പറ്റും. പിന്നെ വിചാരിച്ച് ഇതിൻ്റെ വീഡിയോ എടുക്കുക, കുറച്ച് കഴിഞ്ഞിട്ട് തിരക്ക് കഴിഞ്ഞിട്ട് അടുത്തേക്ക് പോവുക. അങ്ങനെ ഞങ്ങളിതും നോക്കി കുറേ നേരം നിന്ന്. നല്ല രസമാട്ടോ. ആനകളൊക്കെ ഭയങ്കര ആവേശത്തിലാണ്. ഇവരിങ്ങനെ തലയൊക്കെ ആട്ടി ഈ ഫ്രൂട്ട്സൊക്കെ കിട്ടുമ്പോൾ അവർക്ക് എപ്പോഴൊന്നും കിട്ടുന്നുണ്ടാവില്ല. എന്നാലും നല്ല രസമുണ്ട് ഇവർ കഴിക്കുന്നത് കാണാനും. മൊത്തത്തിൽ നല്ലൊരു ഓളം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുത്തെ ഈ തിരക്കും സൗണ്ടും ഒക്കെ കേൾപ്പിച്ചു തരാം. ഇതാണ് കേട്ടോ ഇവിടുത്തെ അവസ്ഥ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പിന്നെ കുറേ പേര് ഇപ്പോൾ ഈ ഫുഡ് കൊടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് വന്നിട്ട് തിരക്ക് കൂടിയേക്ക്. എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ പറ്റുന്ന പോലെയൊക്കെ കാണാൻ പറ്റി. കുറേ പേരൊക്കെ തിരക്കായിട്ട് ബാക്കോട്ട് മാറിയെന്നാണ്. അങ്ങനെ ഞാൻ ഏകദേശം കമ്പിവേലിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇവിടെ നിന്ന് ഇപ്പോൾ നല്ലോണം വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല എടുത്താണുള്ള ആന. സാധാരണ ആന നമ്മൾ എടുത്തുകൂടിയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു പേടിയല്ലേ. ഇതാകുമ്പോൾ ഓരൊക്കെ ഫുഡ് കഴിക്കാൻ നിൽക്കുന്ന ഒരു തിരക്കായതിനെ കൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലല്ലോ. നമുക്ക് കുറച്ച് ധൈര്യത്തിൽ ഇവിടെ ഇങ്ങനെ നിൽക്കാമല്ലോ. പിന്നെ നല്ല ഭംഗിയാണ് ഇവർ ഈ ചെറിയ കുട്ടികളൊക്കെ ഫുഡ് കഴിക്കുന്നതിനുണ്ടാവില്ല. നല്ലോണം തലയൊക്കെ ആട്ടി കഴിക്കല. കുറേ കാലത്തിന് ശേഷമാണ് ആനേൻ്റെ ഇത്ര എടുത്ത് വന്ന് നിൽക്കാൻ പറ്റുന്നത്. കഴിഞ്ഞ ഉത്സവ സീസണിലൊക്കെ ഭയങ്കര പ്രശ്നമല്ലായിരുന്നു, ആനയുടെയിലും ബുദ്ധിമുട്ടൊക്കെയായിരുന്നു. എന്തായാലും ഇവിടെ ഇപ്പോൾ നല്ലൊരു അന്തരീക്ഷത്തിലാണ്. ഇവിടെ വന്നപ്പോൾ ഭയങ്കര ആവേശമായിട്ടുള്ളൊരു കാഴ്ച തന്നെ കാണാൻ പറ്റി. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ. പക്ഷെ ആകെ അവിടെ ഉണ്ടായൊരു നിരാശ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇതൊന്നും കൊടുക്കാൻ പറ്റിയില്ല. ഇത് കാണാൻ മാത്രമേ പറ്റിയുള്ളൂ. നല്ലൊരു ചാൻസ് ആയിരുന്നു. ഇത്ര അടുത്ത് പോയി നിന്നിട്ട് കൊടുക്കാനും ഒന്നിനും പറ്റിയില്ല. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ.